കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് ഫോണിലൂടെ വധഭീഷണി. വെടിവെച്ച് കൊല്ലുമെന്നാണ് ഭീഷണി. കൊല്ലം സ്വദേശിയാണ് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ചന്ദേര പോലീസ് കേസെടുത്തു. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, ആരാണ് ഇതിന് പിന്നിൽ? സ്വാതി, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് നല്ല പ്രാഥമിക സൂചന അനുസരിച്ച് വാരാണസിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഫോൺ ഭീഷണി വൈകിട്ട് വന്നത്. വെടിവെച്ച് കൊല്ലുമെന്നാണ് തൃക്കരിപ്പൂർ MLA കൂടിയായ സന്ദീപ് വാര്യർക്ക് വൈകിട്ട് ഒരു അജ്ഞാതന്റെ ഫോൺ കോൾ വന്നത്. ഇത് വാരണാസിയിൽ നിന്ന് വന്നാണെന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ കൊല്ലം സ്വദേശിയായ ഒരു സംഘപരിവാർ ബന്ധമുള്ള ആളാണ് ഇതിന് പിന്നിൽ നിന്നാണ്, ഈ ഫോൺ വിളിയുടെ പിന്നിൽ നിന്നാണ് പ്രാഥമികമായ ചില വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇത് പോലീസ് കൂടുതൽ പരിശോധനയിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും സൈബർ വിഭാഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാക്കിയുള്ള ഈ ഫോൺ നമ്പറിന്റെ രേഖകളും മറ്റു വിശദാംശങ്ങളും ശേഖരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വധഭീഷണി ഗൗരവത്തോടെ തന്നെയാണ് പോലീസും കാണുന്നത്. എന്തായാലും പോലീസ് സംബന്ധിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് തന്റെ രാഷ്ട്രീയ വിജയത്തിൽ അസൂയ പൂണ്ട സംഘപരിവാർ പ്രവർത്തകരുടെ ഇടപെടൽ മാത്രമാണ് ഇത് എന്ന നിലയിലാണ് സന്ദീപ് ഇതിനെ കാണുന്നത്, MLA ഇതിനെ കാണുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃക്കരിപ്പൂരിലെ രാഷ്ട്രീയ വിജയം, അതുമാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത ഒക്കെ തന്നെ പിളറി പിടിപ്പിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംഘപരിവാർ സംഘത്തെ ആണ് പ്രകോപിപ്പിച്ചത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാവാം ഇത്തരം ഭീഷണി എന്നാണ് സന്ദീപ് അതിനെ വിശദീകരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. സൈബർ വിങ് പോലീസിന്റെ സൈബർ വിഭാഗം ഉൾപ്പെടെ ഈ ഫോൺ വിളിയുടെ ഉറവിടം കണ്ടെത്താനും പ്രതിയെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. ഇദ്ദേഹം ചന്ദേര പോലീസ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ശരി ശരി രതീഷ്.